ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെബിസ്റ്റക്ക്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഹലോ ആപ്ലിക്കേഷൻ്റെ ഒരു കിഡിലിന് ഓഫറാണ്. അതായത് നമുക്ക് 26 വെച്ച് ഡെയിലി നമുക്ക് ഏൺ ചെയ്തുകൊണ്ടിരിക്കാം. ഡെയിലി എന്ന് വെച്ചാൽ ഈ ആഴ്ച ഫുള്ളായിട്ട് നമുക്ക് 26 വെച്ച് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് പേയ്മെൻറ്റ് പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഈ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടി. മിഞ്ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മിഞ്ഞാൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ മിഞ്ഞാൻ ലേറ്റ് ആയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഇന്നലെ കിട്ടി. ഇന്നലെ ഞാൻ ഒരു 9 മണിക്ക് 10 മണിക്ക് ഇടയ്ക്ക് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് 26 രൂപ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച 20-ാം തീയതി 19-ാം തീയതി വരെ ആയിട്ടാണ് ഈ ഓഫർ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഒരു 4-5 ദിവസം നമുക്ക് 26 രൂപ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ മലയാളം സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഈ പ്രൊഫൈലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അടിയായിട്ട് പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സജസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ സൈൻ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ അടുത്തത് എന്നത് കൊടുക്കുക. നമ്മുടെ മൊബൈൽ നമ്പർ എടുത്തതിന് ശേഷം അടുത്തതെന്ന് കൊടുക്കുമ്പോൾ ഒരു OTP ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകുന്നുണ്ട്. അപ്പോൾ OTP തന്നെ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫില്ലായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് റെഡി ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കണെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അടിയിലായിട്ട്. ഈ പ്രൊഫൈൽ ഐക്കൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിങ്സ് പോകുക. സെറ്റിങ്സ് പോയതിന് ശേഷം നമ്മുടെ ഭാഷ മാറ്റുക എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ ഭാഷ മുൻഗണനകൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മുകളിലായിട്ട് ഭാഷ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മലയാളം എന്നുള്ള തമിഴ് ആക്കി കൊടുക്കുക. തമിഴ് എന്ന് ആക്കി കൊടുത്താൽ ഉടൻ തന്നെ ഇവിടെ ക്യാഷ് പൊങ്കൽ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ക്യാഷ് പൊങ്കൽ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ തമിഴ് ലാംഗ്വേജിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്യാഷ് പൊങ്കൽ എന്നൊരു ഓപ്ഷൻ വരികയുള്ളൂ. അത് വന്നാൽ ഉടൻ തന്നെ അത് ക്ലിക്ക് ചെയ്യുക. ക്യാഷ് പൊങ്കൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു 7 മണിക്കൂറിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് പറഞ്ഞിട്ട് 7 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൽ ക്യാഷ് പൊങ്കൽ സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായാലുടൻ തന്നെ ഇവിടെ അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടിയിലായിട്ട് ഇവിടെ ക്ലിക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അടിയിലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ബാനർ വന്നതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അടിയിലായിട്ടൊരു ഈ സമയം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു 7 മിനിറ്റ് അതായത് 7 മണിക്കൂറും ഒരു കറക്റ്റ് 9 മണിക്കാണ് സ്റ്റാർട്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 21 മണിക്ക് എന്ന് പറയുന്നത്. അതായത് 21 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്കൂടെ ഇവിടെ സ്റ്റാർട്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്കിൽ പൊങ്കൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ഇങ്ങനെ ഒരുപാട് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇവിടെ ക്യാഷ് ഇങ്ങനെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ ക്യാഷ് കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ആകെ 25 സെക്കൻഡ് സമയം ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ എത്ര തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 9 മണി 10 മണിക്ക് കറക്റ്റ് 9 മണിക്കാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എനിക്ക് ഇന്നലെ 25 രൂപ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നത് 24 രൂപയും 89 പൈസയും 87 പൈസ എനിക്ക് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ട്രിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും കറക്റ്റ് 9 മണിക്കാണ് സ്റ്റാർട്ടാകുന്നത്. ഇന്ന് 16-ാം തീയതി അല്ല, നാളെ 16-ാം തീയതി, മറ്റന്നാൾ 17, പിന്നെ 18, 19, ഇനി 4 ദിവസം കൂടി ഉണ്ട്. ഇന്നും കൂടി കൂടിയാണ് 5 ദിവസം ടോട്ടലുണ്ട്. 5 ദിവസം കൂടി നമുക്ക് എല്ലാ ദിവസവും 26 ഒരു 25-ന് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. 26 രൂപ 25 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്താൽ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വാലറ്റ് എടുത്ത് കാണിച്ചു തരാണ്. അതിനായിട്ട് നമ്മൾ അക്കൗണ്ട് എടുക്കാനായിട്ട് ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഹോം ബട്ടൺ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ആദ്യം ഹോം ബട്ടൺ എടുക്കുക. ഹോം ബട്ടൺ എടുത്തതിന് ശേഷം ഇവിടെ ഈ പൈസയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഈ റുപ്പീസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അടിയിലായിട്ട് പിൻവലിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിൻവലിക്കുക എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കുന്ന സമ്പാദിച്ചതിൻ്റെ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 24 രൂപ ഇന്നലെ എനിക്ക് കിട്ടിയിട്ട് വിഡ്രോ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് 24 രൂപ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആഡായത് കാണാൻ സാധിക്കുന്നതാണ് ക്യാഷ് പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 24 രൂപ എനിക്ക് ആഡായിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഇവിടെ വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വിഡ്രോ എന്ന് കൊടുത്തിട്ട്. അപ്പോൾ തന്നെ ഞാൻ ആ സ്പോട്ടിൽ തന്നെ വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. 24 രൂപ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ Paytm-ലോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ Paytm ആണ് അതിൽ ഓപ്ഷൻ കാണിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ റെഫർ ചെയ്യുന്ന ബാലൻസ് ആണെങ്കിൽ നമുക്ക് Paytm-ലോട്ടും ബാങ്ക് അക്കൗണ്ടിലോട്ടും വിഡ്രോ ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് ക്യാഷ് പൊങ്കലിൽ നിന്ന് കിട്ടുന്ന നമുക്ക് Paytm-ലോട്ട് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ലാംഗ്വേജ് ഇപ്പോൾ മലയാളം ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻ വരികയില്ല. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് പോയതിന് ശേഷം നേരെ ലാംഗ്വേജ് കൊടുത്തതിന് ശേഷം തമിഴെന്ന് കൊടുക്കുക. തമിഴെന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാഷ് പൊങ്കലിൻ്റെ ഓപ്ഷൻ ഇവിടെ വരുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ തമിഴെന്ന് കൊടുത്തപ്പോൾ ക്യാഷ് പൊങ്കലിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തമിഴ്, അതായത് ഇത് തമിഴ്നാട്ടിലുള്ളൊരു
ഉത്സവമാണ് ക്യാഷ് പൊങ്കൽ എന്നത്. അതുകൊണ്ട് തന്നെ തമിഴർക്ക് മാത്രമേ ഇത് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ട്രിക്കിലൂടെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ നമ്മളൊരു സെറ്റിങ്സ് പോയി ലാംഗ്വേജ് മാറ്റി കൊടുത്താൽ മാത്രം മതി നമുക്ക് ക്യാഷ് പൊങ്കലിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി അങ്ങനെ 24 രൂപ വെച്ച് ഏൺ ചെയ്യാം. ഒരാഴ്ച നമുക്ക് ഈ ഓഫർ നീണ്ടു നിൽക്കുന്നൊരു ഓഫറാണ്. അപ്പോൾ ഒരു ആഴ്ച നമുക്ക് 25 രൂപ വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമുക്കിത് Paytm കിട്ടിയ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് Paytm കിട്ടിയ പ്രൂഫ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് 15-ാം തീയതി രാത്രി 1 മണിക്ക് തന്നെ എനിക്ക് പേയ്മെൻറ്റ് സെൻഡ് ആയിട്ടുണ്ട്. ഞാനൊരു 9-9:30 ടൈമിലാണ് അത് ക്യാഷ് പൊങ്കൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9:30 മണിക്ക് ക്യാഷ് പൊങ്കൽ യൂസ് ചെയ്തപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മളെ Paytm വാലറ്റിലൂടെ അവർ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഡ്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ നമുക്ക് വിഡ്രോ കിട്ടിയില്ലെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തിട്ട് ഒഴിവാക്കിയാലും നമുക്കത് അവർ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ Paytm സെൻഡ് ചെയ്ത് തരും. അതെന്താ വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് ഡിലേ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ ക്യാഷ് പൊങ്കൽ യൂസ് ചെയ്തിട്ട് അൺലിമിറ്റഡ് 24 രൂപ, 25 രൂപ, 28 രൂപ, 30 രൂപ വരെ ഏൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ക്യാഷ് സെൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ടൈം പിടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൈസ കിട്ടും. നമുക്ക് ഹലോ ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ യൂസ്ഫുൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. സോ ബൈ.